യുദ്ധം തുടരുകയാണ്. ദ്രോണർ യുധിഷ്ഠിരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്നു. ദുര്യോധനന് കൊടുത്ത വാക്ക് നിറവേറ്റാനാണ് ദ്രോണർ ശ്രമിക്കുന്നത്. യുധിഷ്ഠിരനെ എങ്ങനെ ഈ ബന്ധനസ്ഥനാക്കണം? ഇതിനിടയിൽ സത്യജിത്ത് വന്ന് ദ്രോണരെ ശരപ്രയോഗം കൊണ്ട് വിഷമിപ്പിച്ചു. അത് കണ്ട് കുപിതനായ ദ്രോണർ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് സത്യജിത്തിൻ്റെ വില്ല് മുറിക്കുന്നു. പിന്നീട് ദ്രോണർ സത്യജിത്തിനെ വധിച്ചു. പിന്നീട് നടന്ന യുദ്ധത്തിൽ ദ്രോണർ പാണ്ഡവ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുന്നു. യുധിഷ്ഠിരനെ അന്ന് ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദ്രോണർ പാണ്ഡവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. ദ്രോണരുടെ ഈ പരാക്രമങ്ങൾ കണ്ട് ദുര്യോധനന് വലിയ സന്തോഷമായി. ദുര്യോധനൻ കർണനോട് പറഞ്ഞു, കർണ, ഇന്ന് ദ്രോണർ ശരിക്കും യുദ്ധം ചെയ്യുന്നുണ്ട്. ഇനി പാണ്ഡവർക്കൊന്നും രക്ഷയില്ല. അവരെല്ലാം പിന്തിരിഞ്ഞോടുന്നത് കാണുന്നില്ലേ? ഇത് കേട്ട് കർണൻ പറഞ്ഞു, മഹാരാജാവേ, അത്രയൊന്നും സന്തോഷിക്കേണ്ട. കാരണം അങ്ങനെ പിന്മാറുന്നവരൊന്നുമല്ല അവർ. ഭീമൻ ഗദയുമെടുത്ത് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ സൈന്യത്തിൽ ആരുമുണ്ടാവില്ല.